ജോസഫ് കൊസിൻസ്കി അടുത്ത മാസ്റ്റർ പീസ് സിനിമയാണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. F1 ടോപ്പ് ഗൺ മാവറിക് എന്ന സിനിമ തന്ന ഒരു അപാര ഫീൽ അറിയാലോ. അതേ ലെവലിൽ തന്നെ ഒരളവ് പോലും കുറയാണ്ടാണ് അടുത്ത കിടിലൻ സിനിമ ഇറക്കിയിരിക്കുന്നത്. വിസിലടിക്കാനും സന്തോഷിക്കാനും എക്സൈറ്റ്മെന്റ് ത്രില്ല് എല്ലാം കൂടെ എൻജോയ് ചെയ്യാനും ഒരു സ്റ്റേജ് ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ് ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, രണ്ട് മാസ്റ്റർ പീസ് സിനിമ, രണ്ട് കൾട്ട് സിനിമകൾ 4-5 വർഷത്തിന് ഇടക്ക് വെച്ചിട്ട്. ഫോർ ദ നെയിം ദാറ്റ് ഇസ് ജോസഫ് കൊസിൻസ്കി. ഒരു ബ്രില്യൻ ഡയറക്ടർ തന്നെയായിരുന്നു. ആ ഒരു ഹാർഡ് വർക്ക്, എഫേർട്ട് എല്ലാം നമുക്ക് സ്ക്രീനിൽ തന്നെ വിറ്റ്നസ് ചെയ്യാൻ പറ്റും. F1 അത്ര ബെസ്റ്റ് സിനിമ തന്നെയായിരുന്നു. ഒരു വൺസ് ഇൻ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ് ആ സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. ലിറ്ററലി നമ്മൾ ആ F1 റേസ് ട്രാക്കിൽ ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. നമ്മൾ ആ കാറിനകത്ത് ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് പേഴ്സണലി നമുക്ക് കിട്ടും. ടോപ്പ് ഗൺ മാവറിക് എന്ന സിനിമ നമുക്ക് ആ ഏരിയൽ കോമ്പാക്ട് എക്സ്പീരിയൻസ് ആണ് തന്നെങ്കിൽ F1 എന്ന റേസേഴ്സിന്റെയും അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഫീലിംഗ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമുക്കത് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ഹാൻസ് സിമർ ഒരു രക്ഷയില്ലാത്ത വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓപ്പണിംഗ് ക്രെഡിറ്റ്സും എൻഡ് ക്രെഡിറ്റ്സും ഗൂസ് ബംസ് ആണ്, രോമാഞ്ചാണ് നമുക്ക് തരാം. ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് ആ ഒരു എക്സൈറ്റ്മെന്റ് ത്രില്ലൊക്കെ നമുക്ക് പമ്പ് ചെയ്യുമെങ്കിൽ എൻഡ് ക്രെഡിറ്റ്സ് ഫുൾ ഓഫ് ഇമോഷൻസ് ആണ്, ഒരു ഇമോഷണൽ പാക്കേജ് ആണ്. ഓഡിയൻസിന്റെയും സിനിമയുടെയും പൾസ് കറക്റ്റ് അറിഞ്ഞിട്ടാണ് ആ ഒരു OG വർക്ക് തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത്. റിട്ടൺ ബൈ എറൻ ക്രഗർ. ടോപ്പ് ഗൺ മാവറിക് എന്ന സിനിമയുടെ സെയിം റൈറ്റർ ആണ്. അതുകൊണ്ട് ആ സെയിം നറേഷൻ സ്റ്റൈൽ നമുക്ക് ഈ സിനിമയിലും കാണാൻ സാധിക്കും. ഇപ്പോൾ ടോപ്പ് ഗൺ മാവറിക്കും F1 ഒരേ പീരീഡിലായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഈ F1 കാണുമ്പോൾ നമുക്ക് ആ ഒരു വാവ് ഫാക്ടർ ഫീൽ ചെയ്യില്ല. പക്ഷെ ഈ ഒരു ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സിനിമ നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്താ ഈ പടത്തിനെ പറ്റി കൂടുതൽ പറയേണ്ടതെന്ന് അറിയില്ല. പോസിറ്റീവ്സ് മാത്രമല്ല, നെഗറ്റീവ്സ് ഒന്നും തന്നെ ഇല്ല. ഒന്ന് ആലോചിക്ക്, 2.5 മണിക്കൂർ ഫുൾ എൻഗേജ് ചെയ്ത് മാക്സിമം പൊട്ടൻഷ്യലാണ് സിനിമ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിം മൊമെന്റ് പോലും നമുക്ക് സമ്മാനിക്കില്ല. അത്രയും അഡ്രിനാലിൻ പമ്പ് ചെയ്തുള്ള മേക്കിംഗ് ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതല്ലാണ്ടുള്ള സീൻസും ഭയങ്കര ഫൺ വൈബ്, ഒരു പ്രത്യേക രസം തന്നെ കണ്ടോണ്ടിരിക്കുക. അങ്ങനെ ഒരു പ്രത്യേക രസം തോന്നാൻ വേറൊരു റീസൺ കൂടി ഉണ്ട്. ദാറ്റ്സ് ബ്രാഡ് പിറ്റ്. 61 വയസ്സിൽ ആ ഒരു ലുക്ക്, സ്വാഗ്, ഗ്ലാമർ, സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ് ഡെലിവറി, ആറ്റിറ്റ്യൂഡ്, അതൊക്കെ ഒരു സംഭവം തന്നെയാട്ടോ. ആ ഒരു ഫ്രെയിമിൽ വെറുതെ ഡയലോഗ് ഉറപ്പിക്കുകയും ബ്രാഡ് പിറ്റിനെ കൊണ്ട് വെറുതെ ചിരിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്താൽ മതി. ആ ഒരു ഫ്രെയിമിന്റെ തന്നെ ലെവൽ മാറുവാണ്. അത്രയും ഡിലൈറ്റ് ആണ് ബ്രാഡ് പിറ്റിനെ സ്ക്രീനിൽ കാണാനായിട്ട് തന്നെ. ജോസഫ് കൊസിൻസ്കി എന്ന ഡയറക്ടർ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു ആറ്റിറ്റ്യൂഡും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് പൊട്ടൻഷ്യൽ തന്നെ. പിന്നെ ബ്രാഡ് പിറ്റിന്റെ കോമ്പറ്റീറ്റർ ആയ ഡാംസൺ ഐഡ്രസ് ജോഷു എന്ന ക്യാരക്ടർ വളരെ നന്നായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രാഡ് പിറ്റ്, കെറി കോണ്ടന്റ്, അവരുടെ ഒരു കെമിസ്ട്രി, അവരുടെ കോംബോ സീക്വൻസസ്, ഇവരെ ആദ്യത്തെ സീക്വൻസസ് തന്നെ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവും. അവരുടെ മൊമെന്റ്സ് ഒക്കെ വളരെ ക്യൂട്ടായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ജാവിയർ ബാർഡം പൊളിയായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ ക്യാരക്ടറിനെ എഴുതിയിട്ടുമുണ്ട്. വളരെ സൂപ്പർ ആയിട്ട് തന്നെ ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. വിഷ്വൽസ് ഈ സിനിമയെ വേറെ ലെവലായി എലവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പടം ഒരു റേസിംഗ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് റേസേഴ്സിന്റെ, വർക്കേഴ്സിന്റെ ആ റേസിന്റെ തന്നെ കറക്റ്റ് പൾസ് അറിയാനായിട്ട് തന്നെ ആ ഒരു ക്യാമറ വെച്ച സ്ഥലങ്ങൾ ഒരു രക്ഷയിലായിരുന്നു. പിന്നെ ഈ ഒരു വ്യക്തി ആരാണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ദ ടോപ്പ് ഗൺ മാവറിക്, ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്നീ സിനിമയുടെ ഒക്കെ സിനിമാറ്റോഗ്രാഫർ ആണ്. അപ്പൊ തന്നെ ആളുടെ റേഞ്ച് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ എഡിറ്റിംഗ്, പിച്ച് പെർഫെക്റ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ റേസ് സീക്വൻസ് ഒക്കെ ഭയങ്കര ലോങ് ഡീറ്റെയിൽഡ് ആണ്. പക്ഷെ നമുക്ക് ഒരു രീതിയിലും ഒരു ഡൾ മൊമെന്റ് കിട്ടില്ല. അത്രയും ടൈറ്റ്, അത്രയും ഷാർപ്പ് കട്ട്സ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ ആ ഡയറക്ടറും ആ ടീമിന്റെ ബ്രില്യൻസ്. പ്രൊഡക്ഷൻ ക്വാളിറ്റി ടോപ്പ് നോച്ച്. ആ ഒരു ഡയലോഗ്സും നമ്മൾ എടുത്ത് മെൻഷൻ ചെയ്യേണ്ടത് തന്നെയായിരുന്നു. ഓവറോൾ നെവർ എവർ മിസ് F1 ഇൻ തിയേറ്റേഴ്സ്. അത്രയും ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ സമ്മാനിക്കുക. ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയണത് പിന്നീട് OTT കാണുമ്പോൾ കുറ്റബോധം വരാതിരിക്കാനാണ്. IMAX സ്ക്രീൻസിൽ കാണാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അത്രയും അമേസിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് IMAXൽ കിട്ടുക. മസ്റ്റ് വാച്ച്.